സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1ൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് മാത്തമാറ്റിക്കൽ ലോജിക്. മാത്തമാറ്റിക്കൽ ലോജിക്കൽ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റീസണിങ്ങിന് നമ്മൾക്ക് വേണ്ട മെത്തേഡ്സും പ്രിൻസിപ്പിൾസിനെയൊക്കെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ലോജിക്കിന് കീഴിൽ പറയുന്നത്. അതായത് ഇപ്പം എനിക്ക് ഒരു ആർഗ്യുമെൻറ്റ് ശരിയാണോ അല്ലയോ അല്ലെങ്കിൽ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കാനായിട്ടാണ് യൂഷ്വലി നമ്മൾ മാത്തമാറ്റിക് ലോജിക്ക് യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക് ലോജിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം അതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് പ്രപ്പോസിഷനാണ്. സോ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇവിടെ അവർ മെൻഷൻ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ആം ഹാപ്പി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ക്യാൻ ബി ഐദർ ട്രൂ ഓർ ഫാൾസ്. സോ ട്രൂ ഓർ ഫാൾസിന് നമ്മൾ ടി ഓർ എഫ് എന്ന് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ട്രൂവിൻ്റെ ട്രൂത്ത് വാല്യൂ 1ഉം ഫാൾസിൻ്റെ ട്രൂത്ത് വാല്യൂ 0ഉം ആയിരിക്കും. യൂഷ്വലി പ്രിപ്പോസിഷൻ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ലോവർ കേസ് ആൽഫബറ്റ്സ് യൂസ് ചെയ്താണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് 5 is prime എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ട്രൂ, P is true and it has a truth value 1. പ്രപ്പോസിഷനെ തന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 is primitive statement. Primitive statement എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ദാറ്റ് കാൺ ബി ബ്രോക്കൺ ഫർദർ ഇൻ ടു സിംപ്ലർ സെൻറ്റൻസ്. അതായത് them itself they are simpler sentences. മനസ്സിലായി? ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ 5 is prime. ഈ 5 is prime എന്ന് പറഞ്ഞ സംഭവത്തിന് നമുക്കിനി താഴോട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ കണക്റ്റീവ്സ് അല്ലെങ്കിൽ കണക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ കണക്റ്റീവ് വേർഡ്സ് ഇത്രയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കണക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ വിത്ത് കണക്റ്റീവ്സ് ലൈക്ക് ആൻഡ് ഓർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദെൻ അങ്ങനെ നമ്മൾക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 5 is a prime number and is good number. ചുമ്മാ ഞാൻ ബ്ലഫ് ചെയ്യുന്നതാണ് ഇവിടെ. സോ 5 is a prime number എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും 5 is a good number എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റുമാണ്. സോ ഹെൻസ് ദിസ് ഇസ് എ കമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് രണ്ട് പ്രൈമറി സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഞാൻ ആൻഡ് യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്തപ്പോഴാണ് എനിക്ക് കമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ ഒരു മോഡ്യൂളിലെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ലോജിക്കൽ കണക്റ്റീവ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് എ നെഗേഷൻ അല്ലെങ്കിൽ നോട്ട്. നോട്ട് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രണ്ട് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ്സ് യൂഷ്വലി ഇഫ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇഫ് പി ദ സ്റ്റേറ്റ്മെൻറ്റ് പി സേസ് ദാറ്റ് ടുഡേ ഈസ് മൺഡേ, നോട്ട് പി എന്ന് പറയുന്നത് ടുഡേ ഈസ് നോട്ട് മൺഡേ എന്നാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വൈസും ചോദിക്കാം അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ വൈസും ചോദിക്കാം. അപ്പം ട്രൂത്ത് ടേബിളിൽ പിയുടെ വാല്യൂ 0 ആണെങ്കിൽ നോട്ട് പി 1 ആവും. സിമിലർലി 1 ആണെന്നുണ്ടെങ്കിൽ 0 ആവും. ഒരു ഇൻവേഴ്സ് വരും. അതാണ് നോട്ട് എന്ന് നോട്ടും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കൺജക്ഷൻ. കൺജക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ജോയിനിങ്ങിനെയാണ് പറയുന്നത്. നമ്മൾ ഇത് കണ്ടോ, ഇപ്പം രണ്ട് സെപ്പറേറ്റ് കാര്യങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഇത്. സോ നിങ്ങൾക്ക് പൊതുവേ കൺജക്ഷനും ഡിസ്ജങ്ഷനും തമ്മിൽ ഡിഫറൻസ് കാണും. സോ രണ്ട് സെപ്പറേറ്റ് കാര്യങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ആലോചിച്ചാൽ മതി. സോ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ കൺജക്ഷൻ. ആൻഡ് പി ആൻഡ് ക്യൂ, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. രണ്ട് പേർക്കും സെയിം വാല്യൂ വന്നു കഴിഞ്ഞാൽ ലൈക്ക് 0 0 വന്നു കഴിഞ്ഞാൽ അത് 0 ആണ്. 0 1 ആണെങ്കിൽ അത് 0, 1 0 ആണെങ്കിൽ 0. രണ്ടെണ്ണത്തിൻ്റെയും വാല്യൂസ് സെയിം ആണ് ആൻഡ് ഇറ്റ് ഈസ് 1 എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രൂത്ത് ടേബിളിൽ 1 കിട്ടത്തുള്ളൂ. റൈറ്റ്? അപ്പം നമ്മൾ ആൻഡ് ഫങ്ഷൻ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് അതിനെ നമ്മൾ കൺജക്ഷൻ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ജോൺ ആൻഡ് ജിൽ വെൻറ്റ് അപ്പ് ദ ഹിൽ. ഇപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പി ഇസ് ജോൺ വെൻറ്റ് അപ്പ് ദ ഹിൽ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ജിൽ വെൻറ്റ് അപ്പ് ദ ഹിൽ. ഈ ജോൺ ആൻഡ് ജിൽ വെൻറ്റ് അപ്പ് ദ ഹില്ലിന് നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, പി ആൻഡ് ക്യൂ. അടുത്ത മൂന്നാമത്തെ നമ്മൾ നോക്കാൻ പോകുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിസ്ജങ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ഓർ. അപ്പം ഇതിനെ നമ്മൾ ഇതാണ് ആൻഡ് എന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ഓർ വരുന്നത്.
ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോഴത്തേനും 0 0 ഉള്ള കേസിൽ മാത്രമേ വി ആർ ഹാവിങ് 0, റെസ്റ്റ് ഓൾ വി ആർ ഹാവിങ് 1. ഓക്കെ, അതായത് നമ്മൾ ഓർ എന്നുള്ളൊരു കണ്ടീഷനില്ലേ, ആ ഒരു കണ്ടീഷൻ്റെ വിത്ത് റെസ്പെക്റ്റ് ടു ആണ് നമ്മൾ ഈ ട്രൂത്ത് ടേബിൾ എഴുതുന്നത്. സോ ഫസ്റ്റ് തിങ് ട്രൂത്ത് ടേബിൾ നിങ്ങൾ വരയ്ക്കാനായിട്ട് എന്താണെന്നുള്ളത് നോക്കണം. ആൻഡ് സെക്കൻഡ് വൺ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇത് വരുമ്പം എങ്ങനെയാണ് എടുത്തെഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. Fourth one is the conditional statement. Conditional statement is also known as implication. Implication വേറൊരു രീതിക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ if P then Q. It's usually denoted by this one. If P then Q. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ if it is raining then it is holiday. അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് കിട്ടും. ഇംപ്ലിക്കേഷൻ്റെ ട്രൂത്ത് ടേബിളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നമ്മൾ പി ട്രൂ വരുന്നതും ക്യൂ ഫോൾസ് വരുന്നതും 0 ആയിരിക്കും, റെസ്റ്റ് ഓൾ വിൽ ബി 1. അടുത്ത നമ്മൾ നോക്കുന്നത് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്നാണ് നമ്മൾ യൂഷ്വലി സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇത് യൂസ് ചെയ്യുന്നത്. അതായത് പി implies Q and Q implies P എന്ന് പറയുമ്പോഴത്തേനും P and Q implies each other എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ വരയ്ക്കുമ്പോഴത്തേനും നമ്മൾ യൂഷ്വലി 0 0 വരുമ്പോഴത്തേനും നമ്മൾക്ക് 1 ആണ് വരുന്നത്, 0 1 വരുമ്പോഴത്തേനും നമുക്ക് 0 വരും, 1 0 വരുമ്പോഴത്തേനും നമുക്ക് 0 വരും, 1 1 വരുമ്പോഴത്തേനും നമുക്ക് 1 വരും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ കിട്ടിയോ? ഇപ്പം 0 0 ആൻഡ് 1 1 വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ട്രൂ വരുന്നത്. അതായത് P ആൻഡ് Q മസ്റ്റ് ബി, Q's വാല്യൂസ്, ട്രൂത്ത് വാല്യൂസ് മസ്റ്റ് ബി സെയിം. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ ഒരു ട്രൂ എന്നുള്ളൊരു സംഭവം വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പി എന്ന് പറയുന്നത് പോളിഗൺ ഇസ് എ ട്രയാങ്കിൾ, ക്യൂ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഹാസ് എക്സാക്ട്ലി 3 sides. ഇപ്പോൾ പി ബൈ ഡയറക്ഷണൽ കണ്ടീഷൻ ക്യൂ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ആണെന്നുണ്ടെങ്കിൽ പോളിഗൺ ഇസ് എ ട്രയാങ്കിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എക്സാക്ട്ലി 3 sides. അതായത് പോളിഗൺ ഒരു ട്രയാങ്കിൾ ആണെന്നുള്ളതും ട്രൂ ആണ്, ആ ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ടെന്നുള്ളതും ട്രൂ ആയിട്ടുള്ള കണ്ടീഷനായിരിക്കും. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കൺസ്ട്രക്ട് ദ ട്രൂത്ത് ടേബിൾ ഫോർ ദിസ് പർട്ടിക്കുലർ എക്സ്പ്രഷൻ. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വേരിയബിൾസിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. വി ആർ ഹാവിങ് എ പി, വി ആർ ഹാവിങ് 1 ക്യൂ, വി ആർ ഹാവിങ് എ നോട്ട്, സോറി ഇവിടെ ഒരു സിമ്പിൾ വിട്ടുപോയി. ഓക്കെ, വി ആർ ഹാവിങ് നോട്ട് പി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബേസ് സിമ്പിൾസ്. ആദ്യമേ ഇത് എഴുതി വെച്ചാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? പി ഓർ ക്യൂ വേണം, ആൻഡ് ഫൈനലി പി ഓർ ക്യൂ ഓർ നോട്ട് പി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇനി പി ആൻഡ് ക്യൂ 2 വേരിയബിൾസേ ഉള്ളൂ, റൈറ്റ്? അപ്പം നമുക്ക് ആകെ 2 വാല്യൂസ് ഇവിടെ വരത്തുള്ളൂ. ഓക്കെ, ഇതാദ്യമേ എഴുതി വെക്കാം. നോട്ട് പി എന്ന് പറയുന്നത് പിയുടെ ഓപ്പോസിറ്റ്. ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1, 1 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 0. പി ഓർ ക്യൂ ആണ്, ഇവിടെ ഓർ സിമ്പിൾ ആയതുകൊണ്ട് ഓർ ക്യൂ ആണ് വരുന്നത്. സോ പി ഓർ ക്യൂ എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? പി ഓർ ക്യൂ ഇത് രണ്ടും സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? 0 0 വരുമ്പോഴത്തേനും എന്താ ഓർ കണ്ടീഷനിൽ വരുന്നത്? 0 ആണ്. 0 1 വരുമ്പോഴത്തേനും 1 ആണ്, 1 0 വരുമ്പോഴത്തേനും 1 ആണ്, 1 1 വരുമ്പോഴത്തേനും 1 ആണ്. നൗ വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? പി ഓർ ക്യൂ ഓർ നോട്ട് പി. അതായത് ഇതിലും ഞാൻ എൻ്റെ ഓർ കണ്ടീഷൻ അപ്ലൈ ആണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഓറിൽ 0 വരുന്ന കേസ് എന്താണ്? ബോത്ത് പി ആൻഡ് ക്യൂ മസ്റ്റ് ബി 0. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ റിസൾട്ട് 0 വരത്തുള്ളൂ. ഇവിടെ ഏതെങ്കിലും 2 0 ഉണ്ടോ? ഇല്ല. വിച്ച് മീൻസ് ഇങ്ങനെ എഴുതണം. സോ ഇത് യൂഷ്വലി ഒരു ടേബിൾ ഫോമിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്, റൈറ്റ്? ഇതിങ്ങനെ ടേബിളായിട്ട് വേണം നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പി ഉണ്ട്, ക്യൂ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോട്ട് പിയും നോട്ട് ക്യൂവും ഉണ്ട്.
അപ്പം ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് വിൽ ഡ്രോ ദ ട്രൂത്ത് ടേബിൾ പി ക്യൂ നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ. ഓക്കെ, ഇത്രയും വിസ്തരിച്ച് എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും ഐ തിങ്ക് സോ ഇറ്റ് ഈസ് മച്ച് മോർ ബെറ്റർ ഇഫ് യു ഡു ദാറ്റ്. അത് കഴിഞ്ഞിട്ട് നോട്ട് ഓഫ് അല്ലെങ്കിൽ നോട്ട് ഓഫ് പി ആൻഡ് ക്യൂന് പി ആൻഡ് ക്യൂ, നോട്ട് ഓഫ് പി ആൻഡ് ക്യൂ, ദെൻ നോട്ട് ഓഫ് പി ഓർ നോട്ട് ഓഫ് ക്യൂ, റൈറ്റ്? എന്നിട്ട് ദെൻ ദ ഫൈനൽ വൺ നമുക്ക് താട്ട് തേക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിന് നമുക്ക് ഇത്രയും ചെയ്ത് നോക്കാം. 0 0 0 0 1 1 0 1 1. നോട്ട് പി എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ ഓപ്പോസിറ്റ് 1 1 0 0. നോട്ട് ക്യൂ എന്ന് പറയുമ്പോഴത്തേനും 1 0 1 0. പി ആൻഡ് ക്യൂ ആണ് വരുന്നത്. അപ്പോൾ പി ആൻഡ് ക്യൂ നോക്കിക്കേ, 1 1 വരുന്നിടത്ത് മാത്രമേ നമുക്ക് 1 ഉള്ളൂ, ബിക്കോസ് ആൻഡ് ഫംഗ്ഷൻ എത്തുന്നു, ബാക്കി എല്ലായിടത്തും 0 നോട്ട് ഓഫ് പി ആൻഡ് ക്യൂ, അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നോട്ട്, 0യുടെ നോട്ട് 1, 0യുടെ നോട്ട് 1 1 ആൻഡ് 0, റൈറ്റ്? ഇനി ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? ഓർ ഓപ്ഷനാണ്. ആരുടെ? നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ. ഓർ ഓപ്ഷൻ വരുമ്പോഴത്തേനും 0 0 വരുമ്പോഴല്ലേ നമുക്ക് എന്താ 0 വരുന്നത്, ബാക്കിയെല്ലാം 1 1 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചേക്കുന്നത് നോട്ട് ഓഫ് പി ആൻഡ് ക്യൂ, നോട്ട് ഓഫ് പി ഓർ നോട്ട് ഓഫ് ക്യൂ. ഇതെന്താണ് സംഭവം? ഇത് ബേസിക്കലി നമ്മുടെ ബൈ ഡയറക്ഷണൽ എന്താ ഓപ്പറേഷൻ ആണല്ലോ. ബൈ ഡയറക്ഷണൽ ഓപ്പറേഷൻ വരുമ്പോഴത്തേനും ഫ്രം ദിസ് ടേബിൾ ആൻഡ് ദിസ് ടേബിൾ, ഇഫ് ദേ ആർ ഹാവിങ് ദ സെയിം സിമ്പിൾ, അതായത് 0 0യും 1 1 ആണെങ്കിൽ മാത്രമേ നമുക്കിവിടെ 1 വരത്തുള്ളൂ. നോക്കിയേ, 1 1 1 1 1 1 0 0. സോ ഓൾ വി ഗെറ്റ് ഇസ് 1.